വരാനിരിക്കുന്ന അപകടം മുൻകൂട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നു ഹമാസ് എന്ന ഭീകര സംഘടന. തങ്ങളുടെ കൈവശമുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാമെന്ന് ഹമാസ് താണുകേണ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ യുദ്ധം നിർത്തണം. വെടിനിർത്തൽ പൂർണ്ണമായും ഇസ്രായേൽ നിർത്തുകയാണെങ്കിൽ തങ്ങളുടെ പക്കലുള്ള ജീവനോടെ അവശേഷിക്കുന്ന ബന്ദികളെയും ബന്ദികളുടെ മൃതശരീരങ്ങളും വിട്ടു നൽകാൻ തയ്യാറാണ് എന്ന് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന യുദ്ധം ദിവസങ്ങൾ നീണ്ടാൽ അത് ഹമാസിൻ്റെ എന്നേക്കുമുള്ള അന്ത്യയാത്രയാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഹമാസ് ഇപ്പോൾ പുതിയ അടവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഹമാസിൻ്റെ ഗാസയിലെ മറ്റൊരു നേതാവാണ് തൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിൽ നടക്കുന്ന ചർച്ചകളും അതുപോലെ ഈജിപ്തും അമേരിക്കയും ഒക്കെ പങ്കാളിയായിട്ടുള്ള ചർച്ചകളുമൊക്കെ ഒരു സ്ഥിരമായ വെടിനിർത്തലിൻ്റെ ശാശ്വതമായ വെടിനിർത്തലിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം വെടിനിർത്തൽ സാധ്യമാകണമെങ്കിൽ മുഴുവൻ ബന്ദികളെയും വിട്ടയക്കണമെന്ന നിലപാട് ഇസ്രായേൽ ആവർത്തിക്കുമ്പോഴാണ് ഇപ്പോൾ ഹമാസ് അതിനനുകൂലമായ ഒരു നിലപാടുമായി എത്തിയിരിക്കുന്നത്. ഹമാസിനൊരു കാര്യം വ്യക്തമായി അറിയാം, ഇസ്രായേലിന് നഷ്ടപ്പെടാനൊന്നുമില്ല. ഈ 24 ബന്ദികൾ ജീവനോടെ ലഭിക്കുമെന്ന് ഇസ്രായേൽ സ്വപ്നത്തിൽ പോലും കരുതുന്നില്ല. നിരവധി പേർ കൊല്ലപ്പെട്ടതുപോലെ 24 പേരും കൊല്ലപ്പെട്ടിരിക്കാം എന്ന് തന്നെയാണ് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു വെടിനിർത്തലോ ഇനിയൊരു അനുരഞ്ജന ചർച്ചയോ സാധ്യമല്ല എന്ന ശക്തമായ നിലപാട് തന്നെയാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹമാസിനെ എത്രയും വേഗം തീർക്കുക. ഒന്ന് രണ്ട് തവണ ഇസ്രായേലിന് അബദ്ധം പിണഞ്ഞു. കാരണം ഹമാസ് മുന്നോട്ട് വെച്ച നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ട് വെടിനിർത്തൽ സാധ്യമാക്കി. ഇസ്രായേലിനുള്ളിൽ ഉരുണ്ടുകൂടുന്ന ആഭ്യന്തര സംഘർഷങ്ങൾ, ആഭ്യന്തര കലഹങ്ങൾ, ഈ ബന്ദികളാക്കപ്പെട്ടവരുടെ കുടുംബങ്ങൾ നടത്തുന്ന വലിയ പ്രക്ഷോഭങ്ങൾ, ഇതൊക്കെ തന്നെ വലിയ സമ്മർദ്ദമാണ് ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിന് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് വെടിനിർത്തലെങ്കിൽ വെടിനിർത്തൽ, പരമാവധി ബന്ദികൾ ജീവനോടെ തിരിച്ചു വരട്ടെ എന്നുള്ള ഒരു ആശയത്തിന് ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ ഒപ്പം നിന്നത്. എന്നാൽ ഈ 2 തവണയും ഹമാസ് എന്ന ഭീകര സംഘടന ഏകപക്ഷീയമായി ആ വെടിനിർത്തൽ കരാറിനെ അട്ടിമറിക്കുകയായിരുന്നു. അവരുടെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞ ശേഷം, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച ശേഷം അവർ ഏകപക്ഷീയമായി കരാറിൽ നിന്നും പുറത്തു കടക്കുന്നു. ഇത് 2 തവണ ആവർത്തിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കൽ കൂടി ഹമാസുമായി ഒരു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ട് മണ്ടന്മാരാകേണ്ടതില്ല എന്നതാണ് ഇസ്രായേലിൻ്റെ നിലപാട്. എന്നാൽ ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം ശക്തമാകുന്നു. ഹമാസ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് 9 ബന്ദികളെ വിട്ടയക്കാം, 6 ആഴ്ച കൂടി വെടിനിർത്തൽ സാധ്യമാക്കണം, അതിനിടയിൽ ശാശ്വതമായ വെടിനിർത്തലിൻ്റെ, സ്ഥിരമായ വെടിനിർത്തലിൻ്റെ ഒരു കരാറിന് രൂപം നൽകുകയും ആ കരാറിലേക്ക് എത്തിച്ചേരുകയും ചെയ്യണം. ആ ഘട്ടത്തിൽ അവശേഷിക്കുന്ന 13 ബന്ദികളുടെ ജീവനോടെ അവശേഷിക്കുന്ന 13 ബന്ദികളെ വിട്ടയക്കാം. പിന്നീട് കൊല്ലപ്പെട്ട നിരവധി ബന്ദികളുടെ മൃതശരീരങ്ങൾ ഹമാസിൻ്റെ പക്കലുണ്ട്, അവ അതിന് പിന്നാലെ നൽകാം. ഇതാണ് ഹമാസ് മുന്നോട്ട് വച്ച നിബന്ധന. എന്നാൽ ഇത് അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറല്ല. ഈ വെടിനിർത്തൽ ചർച്ചകൾ മുന്നോട്ട് പോകണമെങ്കിൽ, വെടിനിർത്തൽ കരാർ അംഗീകരിക്കണമെങ്കിൽ പരമാവധി ബന്ദികളെ ഹമാസ് വിട്ടയക്കണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. അത് ബന്ദികളുടെ എണ്ണം എത്രയെന്ന് പറയുന്നില്ല, പരമാവധി ബന്ദികൾ 24 ബന്ദികൾ ജീവനോടുണ്ടെങ്കിൽ അതിൽ 24 പേരെയും വിട്ടയക്കണമെന്ന ഒരു നിബന്ധന തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതൊരിക്കലും ഹമാസ് അംഗീകരിക്കില്ല. അങ്ങനെയെങ്കിൽ 11 ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറാകണമെന്ന ഒരു നിബന്ധനയുമായി അമേരിക്ക ഇടനിലക്കാരായി എത്തിയിട്ടുണ്ട്. അങ്ങനെ 11 ബന്ദികളെ ഉടനടി വിട്ടയക്കാൻ ഹമാസ് തയ്യാറായാൽ താൽക്കാലികമായി വെടിനിർത്തലിനുള്ള സാഹചര്യമുണ്ട്. അത് ഇസ്രായേലിൻ്റെ നിലപാടിനെ അനുസൃതമായിരിക്കും. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ദോഹയിൽ വീണ്ടും വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുകയാണ്. ഹമാസിൻ്റെ പ്രതിനിധികളും അമേരിക്കയുടെയും ഈജിപ്തിൻ്റെയും പ്രതിനിധികളും ദോഹയിലേക്ക് എത്തും. ഇസ്രായേലിൻ്റെ പ്രതിനിധി സംഘം അടുത്ത ദിവസം ദോഹയിൽ എത്തുമോ എന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. അതേസമയം വെടിനിർത്തൽ സാധ്യമാകണമെങ്കിൽ മുഴുവൻ ബന്ദികളെയും വിട്ടയക്കണമെന്ന നിലപാട് ഇസ്രായേൽ ആവർത്തിക്കുമ്പോഴാണ് ഇപ്പോൾ ഹമാസ് അതിനനുകൂലമായ ഒരു നിലപാടുമായി എത്തിയിരിക്കുന്നത്. ഹമാസിനൊരു കാര്യം വ്യക്തമായി അറിയാം, ഇസ്രായേലിന് നഷ്ടപ്പെടാനൊന്നുമില്ല. ഈ 24 ബന്ദികൾ ജീവനോടെ ലഭിക്കുമെന്ന് ഇസ്രായേൽ സ്വപ്നത്തിൽ പോലും കരുതുന്നില്ല. നിരവധി പേർ കൊല്ലപ്പെട്ടതുപോലെ 24 പേരും കൊല്ലപ്പെട്ടിരിക്കാം എന്ന് തന്നെയാണ് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു വെടിനിർത്തലോ ഇനിയൊരു അനുരഞ്ജന ചർച്ചയോ സാധ്യമല്ല എന്ന ശക്തമായ നിലപാട് തന്നെയാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്. എന്തായാലും
ഹമാസിന്റെ പക്കൽ ജീവനോടെ ഉള്ള ബന്ദികളെ പൂർണ്ണമായി രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് ഇപ്പോഴും ഇസ്രായേലിന് വിശ്വാസമില്ല. ഈ ബന്ദികളെ ഗാസയിൽ തന്നെ വിവിധ ബങ്കറുകളിൽ സൂക്ഷിച്ചിരിക്കുകയായിരിക്കാം ഹമാസ് ചെയ്യുന്നത്. അവരെ ഓരോ ബങ്കറുകളിൽ നിന്ന് മറ്റൊരു ബങ്കറുകളിലേക്ക് മാറ്റുന്ന നടപടിയും ഉണ്ടായിരിക്കാം. എന്നാൽ ഇനി ഗാസയുടെ ഭൂപ്രദേശങ്ങൾ ഏറെക്കുറെ ഇസ്രായേലിന്റെ കൈവശത്തിലായി കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ അധീനതയിലായിരിക്കുന്നു 60% ഭൂപ്രദേശങ്ങളും. ഇനിയുള്ള അവശേഷിക്കുന്ന 40% ഭൂപ്രദേശങ്ങൾ എത്രയും വേഗം ഇസ്രായേലിന്റെ കയ്യിലേക്ക് എത്തിച്ചേരും. അങ്ങനെ 100% ഭൂപ്രദേശവും ഇസ്രായേലിന്റെ അധീനതയിലായി കഴിഞ്ഞാൽ പിന്നീട് ഈ ബന്ദികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നതോ അല്ലെങ്കിൽ ബന്ദികളുടെ ഒളിയിടം സ്ഥിരമായി മാറ്റുന്നതിനോ ഹമാസിന് സാധിക്കില്ല. ഹമാസിന്റെ ഓരോ നീക്കങ്ങളും ഇസ്രായേലിന്റെ റഡാറുകൾ കൃത്യമായി നിരീക്ഷിക്കും. അതിനുമപ്പുറം ഗാസയിൽ ഇപ്പോൾ ആയിരക്കണക്കിന് ഇസ്രായേലി ചാരന്മാരുണ്ട്. പാലസ്തീനികളിൽ വലിയൊരു വിഭാഗം ഇസ്രായേൽ ചാരന്മാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഹമാസിന് ഇനി അധികകാലം ഇസ്രായേലിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ബന്ദികളെ അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യ കേന്ദ്രങ്ങൾ മാറ്റാനാകില്ല. ഉടനടി പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ ഘട്ടത്തിൽ ബന്ദികളെ മനുഷ്യകവചമാക്കിക്കൊണ്ട് ബങ്കറുകളിൽ ബന്ദികളെ പാർപ്പിച്ചുകൊണ്ട് ആ ബങ്കറുകളിൽ ഉഗ്ര സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ട് ബന്ദികളുടെ ജീവൻ വെച്ച് പന്താടാനാണ് ഹമാസിന്റെ നീക്കമെന്നുള്ള വിവരങ്ങൾ നേരത്തെ IDF തന്നെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ബന്ദികളെ ജീവനോടെ എത്ര രക്ഷിക്കാൻ കഴിയുമെന്ന് IDFന് ഒരു ഉറപ്പുമില്ല. എന്നാൽ ബന്ദികളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഹമാസിന്റെ എല്ലാ ഭീകരന്മാരെയും കൂട്ടത്തോടെ ഗാസയിൽ വധിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പ് IDFന്റെ ഭാഗത്തുണ്ട്. ആ സമയത്താണ് ഇപ്പോൾ വീണ്ടും അനുരഞ്ജന ചർച്ചകൾക്കായി ഹമാസ് എത്തിയിരിക്കുന്നത്. ബന്ദികളെ വിട്ടയക്കാം, ഞങ്ങളെ കൊല്ലരുത് എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. അമേരിക്ക ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതുകൂടി ആശങ്ക ഉയർത്തുന്ന ചോദ്യമാണ്. കാരണം കഴിഞ്ഞ 2 തവണയും അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വെടിനിർത്തൽ കരാറിൽ ഇസ്രായേൽ ഒപ്പുവെച്ചത്. ഒടുവിൽ ആ കരാർ അട്ടിമറിച്ചത് തന്നെ ഹമാസ് ആണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഒരു വെടിനിർത്തൽ കരാറിൽ കൂടി ഇസ്രായേലിനോട് ഒപ്പുവെക്കാൻ അമേരിക്ക പറയുമോ? ഇനി ഒരിക്കൽ കൂടി ഹമാസിന് മുന്നിൽ എളിഭരാകാൻ അമേരിക്ക ഇസ്രായേലിനെ നിർദ്ദേശിക്കുമോ? അതോ ശക്തമായി തന്നെ യുദ്ധം ചെയ്തുകൊണ്ട് പരമാവധി ബന്ദികളെ മോചിപ്പിക്കാനും ഹമാസിന്റെ ഭീകരന്മാരെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാനുമുള്ള യുദ്ധത്തിന് അമേരിക്ക പച്ചക്കൊടി നൽകുമോ? ഈ ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായി നിലവിൽ ഉയരുന്നത്. ഹമാസിനൊരു കാര്യം വ്യക്തമായി അറിയാം, ഇസ്രായേലിന് നഷ്ടപ്പെടാനൊന്നുമില്ല. ഈ 24 ബന്ദികൾ ജീവനോടെ ലഭിക്കുമെന്ന് ഇസ്രായേൽ സ്വപ്നത്തിൽ പോലും കരുതുന്നില്ല. നിരവധി പേർ കൊല്ലപ്പെട്ടതുപോലെ 24 പേരും കൊല്ലപ്പെട്ടിരിക്കാം എന്ന് തന്നെയാണ് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു വെടിനിർത്തലോ ഇനിയൊരു അനുരഞ്ജന ചർച്ചയോ സാധ്യമല്ല എന്ന ശക്തമായ നിലപാട് തന്നെയാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്.